when any person who is or was a judge or magistrate or a public servant not removable from his office, thereby or with the sanction of the government is accused to do any offence alleged to have been committed by him while acting or purporting to act in the discharge of his official duty. No court shall take cognizance of such offence except with previous sanction. There was otherwise provided in the Local and Local Act 2013. A. In the case of a person who is employed, or as the case may be, was at the time of the commission of the alleged offence employed in connection with the affairs of union of the central government. B. In the case of person who is employed, or as the case may be, was at the time of commission of an alleged offence employed in connection with the affairs of state government, provided that where the alleged offence was committed by a person referred to in clause B during the period while a proclamation issued under clause 1 of Article 356 of the Constitution was in force in a state, clause B will apply if, as with the expression state government occurring therein, the expression central government were constituted. Explanation. Yes. For the removal of doubts, it is hereby declared that no sanction shall be required in the case of a public servant accused of any offence alleged to have been committed under Section 160A, 160C, Section 354, 354B, 352A, B, C, D, 370, 373, 376, 376A, B, C, D, or Section 509 of Indian Penal Code. യെസ്, എന്തോ പറഞ്ഞേ? പ്രോസിക്യൂഷൻ ഓഫ് ജഡ്ജസ് ആൻഡ് പബ്ലിക് സർവൻറ്റ് അല്ലേ? അല്ല, ഒന്ന് പറയുന്നത് വെൻ എനി പേഴ്സൺ ഹൂ ഈസ് ഓഫ് ഓർ വാസ് ജഡ്ജ് ഓർ മജിസ്ട്രേറ്റ് ഓർ പബ്ലിക് സർവൻറ്റ് നോട്ട് റിമൂവബിൾ ഫ്രം ഹിസ് ഓഫീസ് സേവ് ബൈ വിത്ത് ദ സാങ്ഷൻസ് ഓഫ് ദ ഗവൺമെൻറ് ഈസ് അക്യൂസ്ഡ് ഓഫ് എനി ഒഫൻസ് alleged to have been committed by while acting purporting into acting discharge of his official duty. എന്താ പറഞ്ഞേ? when any person who is or who was a judge, ഒരാൾ ഒരു ജഡ്ജിയായി ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ജഡ്ജിയായി ഇരുന്നപ്പോഴോ അല്ലേ, അല്ലെങ്കിൽ ഒരാൾ മജിസ്ട്രേറ്റായി ഇരുന്നപ്പോഴോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റായി ഇരിക്കുമ്പോഴോ, ഓർ പബ്ലിക് സർവൻറ്റ്, ഒരാൾ പബ്ലിക് സർവൻ്റായി ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ പബ്ലിക് സർവൻ്റായി റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലോ, നോട്ട് റിമൂവബിൾ ഫ്രം ഹിസ് ഓഫീസ് സേവ് ഓർ ബൈ വിത്ത് ദ സാങ്ഷൻ ഓഫ് ദ ഗവൺമെൻറ് ഈസ് അക്യൂസ്ഡ് ഓഫ് എനി ഒഫൻസ്, അയാൾ ഒരു ഒഫൻസിൽ അക്യൂസ്ഡ് ആയാൽ, alleged to have been committed him while acting purporting to act or discharge. ഒരു മിനിറ്റേ, പറ. അവരെ വിളിച്ചിട്ട് അവരെ കിട്ടിയില്ല, ഞാൻ ഒന്നുകൂടെ വിളിക്കാം. നോക്കൂ, പ്രോസിക്യൂഷൻ ഓഫ് ജഡ്ജ് ആൻഡ് പബ്ലിക് സർവൻറ്റ്. when any person who is or was a judge or magistrate or public servant not removable from his office save by or with the sanction of the government is accused of any offense alleged to have been committed by him while acting or purporting to act in the discharge of his official duty. എങ്ങനെയാണെങ്കിൽ അയാൾ ഒഫീഷ്യൽ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറ്റം ചെയ്തതാണെങ്കിൽ, മനസ്സിലായോ? ഹലോ, ബാലു പോയോ? ഹലോ, പറയൂ. പറയൂ. അല്ലെന്താ പറഞ്ഞേ? വൈൽ ആക്ടിങ്
or purporting to act in official the duty discharge of his official duty. അല്ലേ? ഒഫീഷ്യൽ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചതാണെങ്കിൽ നോ കോർട്ട് ഷാൽ ടോക്ക് കോഗ്നിസൻസ് ഓഫ് സച്ച് ഒഫൻസ്. ഒരു കോടതിയും അതിൻ്റെ എന്ത് എടുക്കാൻ പാടില്ല, ഒഫൻസ് എടുക്കാൻ പാടില്ല. എങ്ങനെയാണെങ്കിൽ എക്സെപ്റ്റ് വിത്ത് ദ പ്രീവിയസ് സാങ്ഷൻ. പ്രീവിയസ് സാങ്ഷൻ ഇല്ലാതെ പറ്റില്ല. സേവാ സദർവൈ പ്രൊവൈഡ് ഇൻ ദ ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് 2013. ലോകായുക്ത ആക്ടിലോ ലോക്പാലിലോ പ്രത്യേകിച്ച് മറ്റെന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ആക്ഷൻ എടുക്കാം. മനസ്സിലായോ? പ്രീവിയസ് സാങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇയാളെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ പ്രത്യേക സാങ്ഷൻ സർക്കാരിൽ നിന്ന് വാങ്ങണം. അതുകൊണ്ടാണ് ഈ വിജിലൻസ് ഒക്കെ കേസെടുക്കുമ്പോഴേ മന്ത്രിസഭ അംഗീകാരം കൊടുത്തു അദ്ദേഹക്കെതിരെ വിജിലൻസ് കേസ് എടുക്കാനെന്ന് വാർത്ത വരുന്നത്. മനസ്സിലായോ? സർക്കാരിൻ്റെ മുൻകൂർ അനുവാദമില്ലാതെ എന്ത് ചെയ്യത്തില്ല, കേസെടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? അടുത്ത വായിച്ചേ. അടുത്തല്ല. ഇൻ ദ കേസ് ഓഫ് പേഴ്സൺ ഹൂ ഈസ് എംപ്ലോയിഡ് ഓർ ആസ് ദ കേസ് മേ ബി വാസ് അറ്റ് ദ ടൈം ഓഫ് കമ്മീഷൻ ഓഫ് അലേജ്ഡ് ഒഫൻസ് എംപ്ലോയിഡ് ഇൻ കണക്ഷൻ ദ അവേഴ്സ് ഓഫ് യൂണിയൻ സെൻട്രൽ ഗവൺമെൻറ് സാങ്ഷൻ ഈസ് നെസസറി. അപ്പോൾ അയാൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജോലി ചെയ്തതായിരുന്നു എങ്കിൽ അയാൾക്കും അതിരെയുള്ള അലിഗേഷന് ക്രിമിനൽ കേസ് എടുക്കണമെങ്കിൽ ആരുടെ അനുവാദം വേണം? ഓക്കെ, ശരി. അടുത്തത്. ഇൻ ദ കേസ് ഓഫ് പേഴ്സൺ ഹൂ ഈസ് എംപ്ലോയിഡ് ആസ് മേ ബി വാസ് ദ കമ്മീഷൻ ഓഫ് ദ ഒഫൻസ് അല്ലെങ്കിൽ എംപ്ലോയിഡ് ഇൻ കണക്ഷൻ ദ അഫയേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ജോലി ചെയ്തപ്പോഴാണ് ഇദ്ദേഹം ഒഫൻസ് ചെയ്തതെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ഗവൺമെൻറ് അനുവാദം വാങ്ങണം. അത് ഞാൻ പറവൂർ കോടതിയിലൊരു കേസ് കൊടുത്തായിരുന്നേ. അവിടുത്തെ മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്കെതിരെ അവിടെ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് കൊടുത്തത്. മജിസ്ട്രേറ്റ് കോടതി കേസ് കൊടുത്തത് എന്താ? കുറച്ച് പാവപ്പെട്ടവർ താമസിക്കുന്ന സ്ഥലത്ത് മുനിസിപ്പാലിറ്റിയിലെ മാലിന്യം കൊണ്ട് ഡംപ് ചെയ്യുന്നു. അവരുടെ ജീവനും ആരോഗ്യത്തിനും ഭീഷണിയാണ്. ഓക്കെ, അതുകൊണ്ട് മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്നതായിരുന്നു എൻ്റെ പ്രയർ. ഇപ്പോൾ ഞാൻ കേസ് കൊടുത്ത സമയത്ത് എൻ്റെ കൂടെ കക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് വിളിച്ചപ്പം കക്ഷികളാരും വന്നില്ല. അപ്പോൾ അവിടുത്തെ ജുഡീഷ്യൽ ഓഫീസർ ചോദിച്ചു, വക്കീലിൻ്റെ കൂടെ കക്ഷികൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ CrPCയുടെ ഈ ബുക്ക് എടുത്ത് എനിക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു 190 സബ്ക്ലോസ് B ഒന്ന് വായിക്കാൻ പറഞ്ഞു. വായിച്ചിട്ട് പറഞ്ഞതെന്ന് അറിയുമോ? കൂടുതൽ വാദമൊന്നും കേൾക്കണ്ട, ഞാൻ സ്ട്രെയിറ്റ് അവേ ഡിസ്മിസ് ചെയ്യുവാണ്. വക്കീലിന് വേണമെങ്കിൽ അപ്പീൽ പോവാം. കക്ഷികളില്ലാത്തത് കൊണ്ട് ഇന്ന് ഡിസ്മിസ് ചെയ്യാണ്. ഇന്ന് കക്ഷികൾ വന്നിരുന്നെങ്കിൽ ഞാൻ അടുത്ത ദിവസത്തേക്ക് മാറ്റിയേനെയായിരുന്നു. എന്തോ മനസ്സിലായി? $197B. അപ്പോൾ ഇത് പ്രീവിയസ് സാങ്ഷൻ മേടിച്ചോണ്ട് പോവാ വക്കീലെന്ന് എന്നോട് പറഞ്ഞ്. മനസ്സിലായോ? പഞ്ചായത്ത് സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണല്ലോ വേസ്റ്റ് ഡംപ് ചെയ്തത്, അല്ലേ? അപ്പോൾ ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമായി വേസ്റ്റ് ഡംപ് ചെയ്താൽ എന്ത് വാങ്ങണം? പ്രീവിയസ് സാങ്ഷൻ ഫ്രം ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈസ് നെസസറി, അല്ലേ? അത് വാങ്ങിക്കൊണ്ട് വാ എന്നാ എന്നോട് പറഞ്ഞേ. മനസ്സിലായോ? ഓക്കെ.
പബ്ലിക് സെക്രട്ടറിയുടെ പേഴ്സണൽ ആയിട്ടുള്ള കേസാണെങ്കിൽ ഇത് ഇതാണോ? പേഴ്സണൽ ആയിട്ടുള്ള കേസ് ആണെങ്കിലും ഇത് ചെയ്യുന്ന വരും. പേഴ്സണൽ ആയിട്ടുള്ള കേസാണെങ്കിലും ഒഫീഷ്യൽ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്താണോ അല്ലയോ എന്ന് നോക്കും. ഒഫീഷ്യൽ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്തതല്ല, അല്ലാതെ കയറി തോന്നിവാസം കാണിച്ചതാണെങ്കിൽ ഈ പ്രൊവിഷൻ ബാധകമല്ലല്ലോ. മനസ്സിലായോ? While acting or purporting to act in the discharge of his official duty. എന്ന് പറഞ്ഞേക്കുന്നത് കണ്ടോ? അവിടെയാണ് കാര്യം. അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്? പ്രൊവൈഡഡ് ദാറ്റ് എന്നിരുന്നാലും എന്ത് ചെയ്യാം? Provided that who is employed or provided that where the alleged offence was committed by a person referred to in the clause B during the period while proclamation issued under subsection 1 356 of the Constitution was in force, clause B will apply if the expression state government occurring there the expression central government were substituted. സ്റ്റേറ്റ് ഗവൺമെൻറ് എന്താ അനുവദിച്ചിട്ടുണ്ട്? 356 പ്രകാരമേ സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താവും? എക്സ്പ്രഷൻ സെൻട്രൽ ഗവൺമെൻറ് ബൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ്. സ്റ്റേറ്റ് ഗവൺമെൻറ് പകരം സെൻട്രൽ ഗവൺമെൻറ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. മനസ്സിലായോ? പിടി കിട്ടി? ശരി, അടുത്തത്. അവിടെ എന്താ പറഞ്ഞേക്കുന്നേ? ദ എക്സ്പ്ലനേഷൻ എന്താ പറഞ്ഞേക്കുന്നേ? ഫോർ ദ റിമൂവൽ ഓഫ് ദി ഡൗട്ട് റിമൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായി it is hereby declared that no sanction shall be required in the case of public servant accused of any offence alleged have to be committed under 166A, 166B, section 354, 354A, 354B, 354C, 354D, 370, 375, 376, 376A, 376D. ഇതുപോലെയുള്ള കേസുകൾ എന്ത് ചെയ്താലും അത് ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗമല്ല. അതുകൊണ്ട് അതിന് പ്രീവിയസ് സാങ്ഷൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? അടുത്ത വായിച്ചേ. No court shall take cognizance of an offence alleged to have been committed by any member of the armed force of the Union while acting or purporting to act in the discharge of his official duty except with the previous sanction of the central government. എന്താ പറഞ്ഞേ? No court shall take cognizance of any offence alleged to have been committed by any member of the armed forces of the Union while acting, purporting to act in the discharge of his official duty except the previous sanction of the government. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ശരി തന്നെ, മുകളിൽ വന്ന സെക്ഷൻ ആണെങ്കിലും ബാധകമല്ല കേട്ടോ. കോടതി എന്ത് ചെയ്യരുത്? സെൻട്രൽ ഗവൺമെൻറ് പ്രീവിയസ് സാങ്ഷൻ ഇല്ലാതെ കോഗ്നിസൻസ് എടുക്കാൻ പാടില്ല. മനസ്സിലായോ? ഈ മേളിലത്തെ വകുപ്പുകളാണെങ്കിൽ പ്രീവിയസ് സാങ്ഷൻ്റെ ആവശ്യമില്ല. പിടികിട്ടിയാ? ശരി, അടുത്തത്. 3. The state government may, by notification, direct that the provisions of the subsection 2 shall apply to such a class or category of members of the forces charged with the maintenance of the public order, as may be specified therein, whenever there may be serving, and thereupon the provisions of that subsection will apply as if for the expression central government occurring therein the expression state government were substituted. യെസ്, അവിടെ എന്താ പറഞ്ഞേക്കുന്നേ?
ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ബൈ നോട്ടിഫിക്കേഷൻ, സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു നോട്ടിഫിക്കേഷനിലൂടെ ഡയറക്റ്റ് ദാറ്റ് ദ പ്രൊവിഷൻസ് ഇൻ സബ്സെക്ഷൻ 2, സബ്സെക്ഷൻ 2 പ്രൊവിഷൻസിന് ഈ ഒരു ഡയറക്ഷൻ കൊടുക്കുന്നു. ഷാൽ അപ്ലൈ ടു സച്ച് ക്ലാസ് ആൻഡ് കാറ്റഗറീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി ഫോഴ്സ് ചാർജ്ഡ് വിത്ത് മെയിൻ്റനൻസ് ഓഫ് പബ്ലിക് ഓർഡർ ആസ് മേ ബി സ്പെസിഫൈഡ് therein, whenever they may be serving. Thereupon the provisions of subsection will apply, or is the expression central government occurring the expression state government. ഓക്കെ, ചില സ്ഥലത്ത് പബ്ലിക് ഓർഡർ പാലിക്കുന്നതിന് വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് ഫോഴ്സിനെയാണ് നിയമിച്ചതെങ്കിലും അങ്ങനെ വരികയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് സാങ്ഷൻ അല്ല വേണ്ടത്. എന്തിൻ്റെ സാങ്ഷനാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ് സാങ്ഷനാണ് ആവശ്യം. മനസ്സിലായോ? അടുത്ത വായിച്ചേ. Notwithstanding anything contained in subsection 3, no court shall take cognizance of any offence alleged to have been committed by any member of the force charged with the maintenance of public order in a state while acting or purporting to act in the discharge of his official duty during the period while a proclamation issued under clause 1 of Article 356 of the Constitution was in force therein, except with the previous actions of the central government. അവിടെ എന്താ പറഞ്ഞേ? 356 പ്രകാരം എമർജൻസി ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എല്ലാ ഉദ്യോഗസ്ഥരും ആരുടെ ഭാഗമാണ്? സെൻട്രൽ ഗവൺമെൻറ് ഭാഗമാണ്. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് സാങ്ഷൻ ഈസ് നെസസറി. മനസ്സിലായോ? ഓക്കെ, അടുത്ത 3B. Notwithstanding anything contrary contained in this code or any other law, it is hereby declared that any sanction accorded by the state government or any cognizance taken by a court upon such sanction during the period commencing on that 20th day of August 1991 and ending with the date immediately preceding the date on which the Code of Criminal Procedure Amendment Act 1991 receives the assent of the President with respect to an offence alleged to have been committed during the period while a proclamation issued under clause 1 of Article 356 of Constitution was in force in the state shall be invalid, and it shall be competent for the central government in such matter to accord sanction and for the court to take cognizance thereof. Yes. അവിടെ എന്താ പറഞ്ഞേക്കുന്നേ? നോട്ട്വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് ടു ദ കോൺട്രറി കണ്ടെയ്ൻ ഇൻ ദിസ് കോഡ്. ഈ കോഡിൽ പറഞ്ഞിരിക്കുന്നതിനെതിരെ ഒന്നും പ്രവർത്തിക്കാത്ത പക്ഷം, അല്ലേ? ഈ കോടതിക്കെതിരെ മറ്റൊന്നും ഒരു നിയമനിർമ്മാണം നടക്കാത്ത പക്ഷം, ഇറ്റ് ഈസ് ഹിയർ ബൈ ഡിക്ലെയർഡ് ദാറ്റ് എനി സാങ്ഷൻ അക്കോർഡൻസ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ എനി cognizance taken by the court upon such a sanction during the period of the 20th day of August 1990 ending with the immediate preceding of which the Code of Criminal Procedure Act 1991. അവിടെ എന്തോ പറഞ്ഞേക്കുന്നേ? ഇറ്റ് ഈസ് ഹിയർ ബൈ ഡിക്ലെയർഡ് ദാറ്റ്, ഇതിനാൽ ഇത് ഡിക്ലെയർ ചെയ്യുന്നു എന്താണ്? എനി സാങ്ഷൻ അക്കോർഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയേക്കുന്ന ഏതെങ്കിലും സാങ്ഷൻ ഉണ്ടെങ്കിൽ, സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയേക്കുന്ന സാങ്ഷൻ ഉണ്ടെങ്കിൽ ഡ്യൂറിങ് ദ പീരീഡ് കമൻസിങ് ദ ഡേ ഓഫ് 1991 ഓഗസ്റ്റ് 20th ആൻഡ് എൻഡിങ് എവിടെ വരെയാ? 1991 ക്രിമിനൽ പ്രൊസീജിയർ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പോലെ റിസീവ് ആ അസെൻറ്റ് ഓഫ് ദ പ്രസിഡൻ്റ് അസെൻറ്റ് കിട്ടിയിരിക്കുന്ന കാലം വിത്ത് റെസ്പെക്ട് ടു ആൻ ഓഫൻസ് അലേജ്ഡ് ടു ഹാവ് ബീൻ കമ്മിറ്റഡ് ഡ്യൂറിങ് ദ പീരീഡ്. എവിടെ മുതൽ? 1991 ഓഗസ്റ്റ് മുതൽ 1991 ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ അതിൻ്റെ പ്രൊസീഡിങ്സിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വിത്ത് റെസ്പെക്ട് ടു ആൻ ഒഫൻസ് അലേജ്ഡ് ടു ആൻ കമ്മിറ്റഡ് ഡ്യൂറിങ് ദ വൈൽ ദ പീരീഡ് ഓഫ് പ്രൊക്ലമേഷൻ ഈസ് ഇഷ്യൂഡ്. ആ പ്രൊക്ലമേഷൻ നിലനിൽക്കുന്ന സമയത്ത് ഓഫ് ആർട്ടിക്കിൾ 356 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഏത് പ്രൊക്ലമേഷൻ? 356 പ്രൊക്ലമേഷൻ നിലനിൽക്കുന്ന സമയത്ത്
was in force a state shall be invalid. ഏതാണ് ഇവിടെ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഓഗസ്റ്റ് 1991 തുടങ്ങിയിരിക്കുന്ന ആ CrPCയുടെ പ്രൊവിഷൻ അനുസരിച്ച് അവിടെ വന്നതെല്ലാം ഇൻവാലിഡ് ആണ്. എങ്ങനാണെങ്കിൽ 356 പ്രകാരമുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനിലെ സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷാൽ ബി ഇൻവാലിഡ്, ഷാൽ കോമ്പിറ്റൻറ്റ് ടു സെൻട്രൽ ഗവൺമെൻറ്. അങ്ങനെയുള്ള എല്ലാ അധികാരങ്ങളിലും എങ്ങോട്ട് കൈമാറും? സെൻട്രൽ ഗവൺമെൻറ് കൈമാറും. ഇൻ സച്ച് മാറ്റർ to accord sanction and for the court to cognizance thereof. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പോയി എങ്ങോട്ട് മാറി? സെൻട്രൽ ഗവൺമെൻറ് അധികാരത്തിലായി. അതുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാവൂ? സെൻട്രൽ ഗവൺമെൻറ് അംഗീകാരത്തോടെ മാത്രമേ കോഗ്നിസൻസ് എടുക്കാൻ പറ്റൂ. മനസ്സിലായോ? അത് ഒന്ന് വായിച്ചു നോക്കിയേ. Anything to the contrary contained in the code, this code, or any other law, it is hereby declared that any sanction accorded by the state government or any cognizance taken by court upon such a sanction during the period commencing on the 23rd day of August 1991 and ending at the date immediately preceding on the date on which the Code of Criminal Procedure Amendment Act 1991 proceeds the assent of the President with respect to an offence alleged to have been committed during the period while a proclamation issued under clause 1 of Article 356 of the Constitution was in force in the state shall be invalid and it shall be competent for the central government in such matter to accord sanction and for the court to take cognizance thereof. യെസ്. നീ നാളൊന്ന് വായിച്ചേ. The central government or the state government, as the case may be, may determine the person by whom, the manner in which the offence or the offences for which the prosecution of such judge, magistrate or public servant is to be conducted, and may specify the court before which the trial is to be held. എന്താ പറഞ്ഞേ? ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആസ് ദ കേസ് മേ ബി. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും അവരുടെ ഓരോരോ, സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ അതുപോലെ, സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ അതുപോലെ, ആസ് ദ കേസ് മേ ബി, മേ ഡിറ്റർമിൻ ദ പേഴ്സൺ ബൈ ഹൂം. മേ ഡിറ്റർമിൻ, അത് തീരുമാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദ പേഴ്സൺ ബൈ ഹൂം, ദ മാനർ ഇൻ വിച്ച്, ആൻഡ് ദ ഒഫൻസ് ഓർ ഒഫൻസസ് ഫോർ വിച്ച്, കുറ്റമോ കുറ്റങ്ങളോ എന്ത് തന്നെയാണെങ്കിലും ദ പ്രോസിക്യൂഷൻ ഓഫ് സച്ച് ജഡ്ജ് ഓർ മാജിസ്ട്രേറ്റ് ഓർ പബ്ലിക് സർവൻറ്റ് ഈസ് ടു ബി കണ്ടക്റ്റഡ് ആൻഡ് മേ സ്പെസിഫൈ ടു ദ കോർട്ട് ബിഫോർ വിച്ച് ദ ട്രയൽ ഈസ് ഹെൽഡ്. ഏത് കോടതിയിലാണോ അവർ കുറ്റം ചെയ്തിട്ടുള്ളത്, ആ പ്രോസിക്യൂഷൻ മറ്റു കാര്യങ്ങളുമെല്ലാം ആ കോടതിയുടെ പരിധിയിൽ നടന്നത് ആ കോടതിയിൽ തന്നെ ട്രയൽ ചെയ്യും. ഞാൻ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക ചേച്ചി, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു, ഞാൻ കാര്യം പറയാൻ വിളിച്ചതാ, പിന്നെ വിളിക്കാം. എന്തോ പറഞ്ഞേ? ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ ദ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും അല്ല സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും, ആസ് ദ കേസ് മേ ബി, അതിൻ്റെ സാഹചര്യം അനുസരിച്ച്, ഒന്ന് സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് നടപടിക്രമം, സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് മേ ഡിറ്റർമിൻ ദ പേഴ്സൺ ബൈ ഹൂം, ദ മാനർ ഇൻ വിച്ച്, ആരാണോ ഒഫൻസ് ചെയ്തത്, എന്ത് രീതിയിലാണോ ഒഫൻസ് ചെയ്തത്, ആൻഡ് ദ ഒഫൻസ് ഓർ ഒഫൻസസ് ഫോർ വിച്ച്, ഏത് കുറ്റമാണോ അല്ലെങ്കിൽ ഏത് കുറ്റങ്ങളാണോ ചെയ്തത്, ദ പ്രോസിക്യൂഷൻ ഓഫ് സച്ച് ജഡ്ജ്, ആ ജഡ്ജിയുടെ പ്രോസിക്യൂഷൻ നടത്തേണ്ടത്, അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് പ്രോസിക്യൂഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ പബ്ലിക് സർവേഷൻ്റെ പ്രോസിക്യൂഷൻ നടത്തുന്നത്, കണ്ടക്റ്റഡ് ബൈ സ്പെസിഫൈ ദ കോർട്ട് ബിഫോർ വിച്ച് ട്രയൽ ടു ബി ഹെൽഡ്. ഒരു ജഡ്ജി ഒരു കുറ്റം ചെയ്താൽ, ഒരു മജിസ്ട്രേറ്റ് ഒരു കുറ്റം ചെയ്താൽ, അല്ലെങ്കിൽ ഒരു പബ്ലിക് സർവൻ്റ് കുറ്റം ചെയ്താൽ എവിടെയാണ് ട്രയൽ നടത്തേണ്ടത് എന്ന് സ്പെസിഫിക് ആയിട്ട്
പറഞ്ഞിരിക്കണം. മനസ്സിലായോ? സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പറയണം. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെതിരെയാണ് ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് പറയണം. സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പറയണം. ഓക്കെ. അടുത്തത് 144. Urgent cases for nuisance or apprehend danger 144. മനസ്സിലായോ? വായിച്ചോ. 144. Power to issue order in urgent cases of nuisance or apprehended danger. 1. In cases where, in the opinion of a district magistrate, a subdivision magistrate, or any other executive magistrate, especially empowered by the state government on this behalf, there is sufficient ground for proceeding under section and immediate prevention or speedy remedy is desirable. Such a magistrate may, by a written order stating the material facts of the case and served in the manner provided by section 134, direct any person to abstain from certain act or to take certain order with respect to certain property in this possession or under this management if such a magistrate considers that such action is likely to prevent or tend to prevent or obstruction or injury to anyway lawfully employed or danger to human life, health or safety or a disturbance of the public tranquility or a riot or an affray. വായിച്ചോ ബാലു. First issue order in urgent case of nuisance or apprehended danger. One, in cases where, in the opinion of a district magistrate, a subdivision magistrate or any other executive magistrate, especially empowered by the state government in this behalf, there is sufficient ground for proceeding under this action and immediate prevention or speedy remedy is desirable. Such a magistrate may, by a written order, stating the material facts of the case and is served in the manner provided by section 134, direct any person to abstain from certain act or to take certain order with respect to certain property in his possession or under his management. If such magistrate considers that such a direction is likely to prevent or tend to prevent obstruction, annoyance, or injury to any person lawfully employed or danger to human life, death, or health, or safety, or a disturbance of the public tranquility, or a riot or an affair. നോക്കൂ. In case where, in any opinion of the district magistrate, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എവിടെയെങ്കിലും ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, ജില്ലാ കളക്ടറിൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എനി അതർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്
മറ്റെന്തെങ്കിലും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് അഭിപ്രായത്തിൽ സ്പെഷ്യലി എംബേർഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ ദിസ് ബിഹാഫ്, അങ്ങനെ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ് ഏതെങ്കിലും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ there is sufficient ground for proceeding under this section. ഈ സെക്ഷൻ അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എന്തെങ്കിലും അഭിപ്രായം ഉണ്ട് എങ്കിൽ, സഫീഷ്യൻ്റ് ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ, ആൻഡ് ഇമ്മീഡിയറ്റ് പ്രിവെൻഷൻ, പെട്ടെന്ന് തടയേണ്ട ആവശ്യമുണ്ടെങ്കിൽ, ഓർ സ്പീഡി റെമഡി ഈസ് ഡിസൈറബിൾ, എത്രയും പെട്ടെന്ന് റെമഡി എടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ, സ്പീഡി റെമഡി ഈസ് ഡിസൈറബിൾ, പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ, സച്ച് മജിസ്ട്രേറ്റുമേ, അങ്ങനെയുള്ള മജിസ്ട്രേറ്റിന് വേണമെങ്കിൽ, ബൈ എ റിട്ടൺ ഓർഡർ സ്റ്റേറ്റിംഗ് ദ മെറ്റീരിയൽ ഫാക്ട്സ് ഓഫ് ദ കേസ്, ആ കേസിൻ്റെ മെറ്റീരിയൽ ഫാക്ട്സ് മനസ്സിലാക്കിക്കൊണ്ട്, പറഞ്ഞുകൊണ്ട്, ആൻഡ് സെർവ്ഡ് ഇൻ ദ മാനർ പ്രൊവൈഡ് ബൈ സെക്ഷൻ 134, 134 പ്രകാരമുള്ള നോട്ടീസ് കൊടുത്തതിന് ശേഷം, ഡയറക്റ്റ് എനി പേഴ്സൺ ടു അബ്സ്റ്റെയിൻ ഫ്രം സർട്ടൺ ആക്ഷൻ, ഒരു വ്യക്തിയെ ചില പ്രവർത്തികളിൽ നിന്ന് ചെയ്യരുത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അബ്സ്റ്റെയിൻ ചെയ്യാൻ, തടയാം. അബ്സ്റ്റെയിൻ ഫ്രം സർട്ടൺ ആക്ട്സ് ഓർ ടു ടേക്ക് സർട്ടൺ ഓർഡർ വിത്ത് റെസ്പെക്ട് ടു സർട്ടൺ പ്രോപ്പർട്ടി. മനസ്സിലായോ? പ്രത്യേക പ്രോപ്പർട്ടിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും, ഇൻ ഹിസ് പൊസഷൻ, അണ്ടർ ഹിസ് മാനേജ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റിലെ എന്തെങ്കിലും പ്രോപ്പർട്ടിയുടെ അനുസരിച്ചും, ഈ സച്ച് മജിസ്ട്രേറ്റ് കൺസിഡേഴ്സ് ദാറ്റ്, അങ്ങനെയുള്ള മജിസ്ട്രേറ്റ് പരിഗണിക്കുന്ന അനുസരിച്ച്, സച്ച് ഡയറക്ഷൻ ഈസ് ലൈക്ലി ടു പ്രിവെൻറ്റ്, ഒരു ഡയറക്ഷൻ കൊടുക്കുകയും ആ ഡയറക്ഷൻ ലൈക്ലി ടു പ്രിവെൻറ്റ്, തടയാൻ കഴിയുന്നതാണെങ്കിൽ, ഓ ടേൺസ് ടു പ്രിവെൻറ്റ്, ആ ഡയറക്ഷൻ പാലിച്ചാൽ അത് തടയാൻ കഴിയുമെങ്കിൽ, ഒബ്സ്ട്രക്റ്റ്, തടസ്സപ്പെടുത്താൻ കഴിയുമെങ്കിൽ, അനോയൻസ്, പിന്നെ ഇഞ്ചുറി ടു എനി പേഴ്സൺ ലോഫുള്ളി എംപ്ലോയിഡ്. മനസ്സിലായോ? നിയമപരമായി ജോലി ചെയ്യുന്ന ആൾക്കാരുടെ പ്രവൃത്തിയെ ഒരു ഡയറക്ഷൻ വഴി പ്രിവെൻറ്റ് ചെയ്യുകയോ, ടേൺ ടു പ്രിവെൻറ്റ് ചെയ്യുകയോ, ഒബ്സ്ട്രക്റ്റ് ചെയ്യുകയോ, അനോയൻസ് ചെയ്യുകയോ ചെയ്താൽ, ഇഞ്ചുറി ടു എനി പേഴ്സൺ ലോഫുള്ളി എംപ്ലോയ്ഡ് ഓർ ഡാമേജ് ടു ഹിസ് ലൈഫ്, ഒരാളുടെ ജീവിതത്തിന് ഡാമേജ് ഉണ്ടാകുമെന്ന് തോന്നിയാൽ, ഹെൽത്തിന് ഡാമേജ് ഉണ്ടാകുമെന്ന് തോന്നിയാൽ, സേഫ്റ്റിക്ക്, സുരക്ഷിതത്തിന് ഡാമേജ് ഉണ്ടാകുമെന്ന് തോന്നിയാൽ, ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു, പബ്ലിക് ട്രാങ്കുലിറ്റിക്ക് ഡിസ്റ്റർബ് ഉണ്ടാകുമെന്ന് തോന്നിയാൽ, റിയോട്ട് ഉണ്ടാകുമെന്ന് തോന്നിയാൽ 144(1) പ്രകാരം ഉപയോഗിക്കാം. മനസ്സിലായോ? എന്ത് ചെയ്യാം? ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്, സബ് ഡിവിഷൻ മജിസ്ട്രേറ്റിന്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഒക്കെ ഉത്തരവ് പുറപ്പെടുവിക്കാം. എന്ത് ചെയ്തുകൊണ്ട്? റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട്, പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട്, അനോയൻസ് ചെയ്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കാം. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. ഓക്കെ. Okay. 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 ഓക്കെ. An order under 2. An order under this section may, in case of emergency or in case of the circumstances do not admit of. Okay. 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 An order under this section may, in cases of emergency or in cases where the circumstances do not admit of the serving in due time of a notice upon the person against whom the order is directed, we pass the ex parte. നോക്കൂ, ആൻ ഓർഡർ അണ്ടർ ദി സെക്ഷൻ മേ ഇൻ കേസ് ഓഫ് എമർജൻസി. ആൻ ഓർഡർ, അങ്ങനെ ഒരു ഓർഡർ ഈ സെക്ഷൻ പ്രകാരം ഓർഡർ പാസ്സാക്കുന്നത്, ദിസ് സെക്ഷൻ മേ,
വേണമെങ്കിൽ ഇൻ കേസ് ഓഫ് എമർജൻസി, വളരെ എമർജൻസി സിറ്റുവേഷനിലാണ് ഈ ഓർഡർ പാസ്സാക്കുന്നതെങ്കിൽ, ഇൻ കേസ് വെദർ ദ സർക്കംസ്റ്റാൻസസ് ഡു നോട്ട് അഡ്മിറ്റ് ഒബ്സർവിംഗ് ഡ്യൂ ടൈം ഓഫ് നോട്ടീസ് അപ്പോൺ ദ പേഴ്സൺ against whom the order is directed past the expert. എന്തെങ്കിലും മനസ്സിലായോ? ഈ സെക്ഷൻ പ്രകാരം an order under the section may in case of emergency, ഒരു പ്രത്യേക സാഹചര്യത്തിൽ in case whether circumstances do not admit the serving of the time of notice, എതിർകക്ഷിക്ക് നോട്ടീസ് കൊടുക്കുന്നതിന് വേണ്ടി ഇനിയുള്ള സമയമില്ലെങ്കിൽ, മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? എതിർകക്ഷിക്ക് നോട്ടീസ് കൊടുക്കുന്നതിന് വേണ്ടി ഇനിയുള്ള സമയമില്ലെങ്കിൽ, മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? യെസ്. അങ്ങനെ എതിർകക്ഷിക്ക് നോട്ടീസ് കൊടുക്കാൻ സമയമില്ലെങ്കിൽ അയാളെ എക്സ്പാർട്ടിയായി പരിഗണിച്ചുകൊണ്ട് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അങ്ങനെ എതിർകക്ഷിക്ക് നോട്ടീസ് കൊടുക്കാൻ സമയമില്ലെങ്കിൽ അയാളെ എക്സ്പാർട്ടിയായി പരിഗണിച്ചുകൊണ്ട് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? ഓക്കെ. മൂന്നാമത്തെ വായിച്ചോ. മൂന്നാമത്തെ വായിച്ചോ. മനസ്സിലായോ? മൂന്നാമത്തെ വായിച്ചോ. An order under this section may be directed to a particular individual or to persons residing in a particular place or area. Or to the public generally when frequenting or visiting a particular place or area. അവിടെ എന്താ പറഞ്ഞേക്കുന്നേ? An order under this section may be direct to particular individual. ഈ ഓർഡർ പ്രകാരം ഏതെങ്കിലും വ്യക്തിയെ ഡയറക്റ്റ് ചെയ്യാം. ഈ ഓർഡർ പ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തിയെ ഡയറക്റ്റ് ചെയ്യാം. Or to person residing in a particular area. Or to person residing in a particular area. ഒരു പ്രത്യേക സ്ഥലത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയെ വേണമെങ്കിലും ഡയറക്റ്റ് ചെയ്യാം. ഒരു പ്രത്യേക സ്ഥലത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയെ വേണമെങ്കിലും ഡയറക്റ്റ് ചെയ്യാം. Or to public generally when frequently visiting particular place. To public generally when frequently visiting particular place. ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു കൂട്ടം ജനങ്ങൾ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ അവരെയും ഡയറക്റ്റ് ചെയ്യാം. ഓക്കെ. ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു കൂട്ടം ജനങ്ങൾ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ അവരെയും ഡയറക്റ്റ് ചെയ്യാം. അടുത്തത് നാലാമത്തെ വായിച്ചേ. 4. No order under this section shall remain in force for more than 2 months from the making thereof, provided that if the state government considers it necessary so to do for preventing danger to human life, health, or safety, or for preventing a riot or any affray which made by notification direct that an order made by a magistrate under this section shall remain in force for such further period not exceeding 6 months from the date on which the order made by the magistrate would have, but for such order established
as it may specify in the said notification. അവിടെ എന്താ പറഞ്ഞിട്ടുള്ളേ? No order under the section shall remain in force. No order under the section shall remain in force. ഈ സെക്ഷൻ പ്രകാരം ഉത്തരവ് നിലനിൽക്കത്തില്ല. എത്ര മാസം വരെ? 4 more than 2 months. The making thereof. എന്നാണോ ഓർഡർ പാസാക്കിയത് ആ ദിവസം മുതൽ 2 മാസത്തിൽ കൂടുതൽ ഇങ്ങനെ ഒരു ഉത്തരവ് നിലനിൽക്കത്തില്ല. പിന്നെന്തോ പറഞ്ഞു? പ്രൊവൈഡഡ് ദാറ്റ് എന്നിരുന്നാലും the state government considers it necessary. സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നു ഇത് വളരെ അത്യാവശ്യമാണെന്ന്. So to do for preventing danger to human life. അത് ഹ്യൂമൻ ലൈഫിന്റെ ഡേഞ്ചറിന് അപകടമാണ് എന്ന് പറഞ്ഞാൽ ഹെൽത്തിന് സേഫ്റ്റിക്ക് അപകടമാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റിയോട്ട് പ്രിവെന്റ് ചെയ്യുന്നതിന് it may by notification ഇതൊരു നോട്ടിഫിക്കേഷൻ കൂടെ ചെയ്യാവുന്നതാണ്. എന്ത് ചെയ്യാം? Direct that an order made by a magistrate. മജിസ്ട്രേറ്റിനെ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് ഓർഡർ ഇടാം. Under the section shall remain in force. For such further period not exceeding 6 months. എന്തായാലും മനസ്സിലായോ? 2 മാസത്തേക്ക് ഇട്ട ഉത്തരവ് മജിസ്ട്രേറ്റ് വേണമെങ്കിൽ 6 മാസം കൂടി നീട്ടാം. മനസ്സിലായോ? Date on which the order may by magistrate but so far as order expired as it may specify in the notification. ആ 6 മാസത്തേക്ക് വരുന്ന ഉത്തരവ് ആ സമയം കഴിഞ്ഞാൽ അത് എന്താവും? എക്സ്പയർ. അഞ്ചാമത്തെ വായിച്ചേ. Any magistrate may either on his own motion or on the application of any person aggrieved, present or alter any order made under this section by himself or any magistrate subordinate to him or by his predecessor in office. അവിടെ എന്താ പറഞ്ഞേക്കുന്നേ? The state government may. സ്റ്റേറ്റ് ഗവൺമെന്റ് വേണമെങ്കിൽ either on its own motion. Sir, 5 അഞ്ചാണല്ലേ? 5 നോക്കൂ. എനി മജിസ്ട്രേറ്റിന് വേണമെങ്കിൽ either on its own motion അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനപ്രകാരം on the application of any person aggrieved ആയ ഏതൊരു പാർട്ടിയുടെ അപേക്ഷ പ്രകാരവും resigned or later alter any order made under the section. പിൻവലിക്കാം അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യാം.
അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യാം. by himself or By magistrate himself subordinated or to him. magistrate subordinated to him. അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് സബോർഡിനേറ്റ് സ്വന്തമായിട്ടോ മജിസ്ട്രേറ്റ് ഇങ്ങനെ ചെയ്യാം. അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ് മജിസ്ട്രേറ്റ് ഇങ്ങനെ ചെയ്യാം. or by his predecessors in the office. Or by his predecessors in the office. predecessors in the office. അദ്ദേഹത്തിന്റെ ഓഫീസിൽ പിന്നെ അദ്ദേഹം റിട്ടയർ ചെയ്തു പോയി അല്ലെങ്കിൽ ഇദ്ദേഹം ട്രാൻസ്ഫർ ചെയ്തു പോയി പകരം വരുന്ന ഉദ്യോഗസ്ഥന് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. പകരം വരുന്ന ഉദ്യോഗസ്ഥന് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, ആറ് വായിച്ചേ. The state government may either on his own motion or on the application of any agreed result or on any order made by it under the pursuit to subsection 4. ഹലോ ഹലോ ഇപ്പോ നോക്കൂ. ദ സ്റ്റേറ്റ് ഗവൺമെന്റിന് either of his own motion on the application of any aggrieved person resigned or alter any order by it under provision subsection 4. എന്താ പറഞ്ഞേ? സ്റ്റേറ്റ് ഗവൺമെന്റിന് സ്വന്തമായോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അപേക്ഷപ്രകാരമോ ആ ഓർഡർ പിൻവലിക്കുകയോ ഭേദഗതി ചെയ്യുകയോ ചെയ്യാം. മനസ്സിലായോ? ശരി. Sir, where an application under subsection 5 or subsection 6 is received, the magistrate or the state government, as the case may be, shall afford to the applicant an early opportunity of appearing before him or it either in person or by pleader and showing cause against the order, and if the magistrate or the state government, as the case may be, reject the application wholly or in part, he or it shall record in writing the reasons for so doing. എന്താ പറഞ്ഞേക്കുന്നേ? Where an application under subsection പ്രകാരം ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സബ്സെക്ഷൻ 6 പ്രകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ സബ്സെക്ഷൻ 5 പ്രകാരമോ 6 പ്രകാരമോ മജിസ്ട്രേറ്റിന് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് അല്ലെങ്കിൽ ഇതിലേതാണോ അതിന് shall afford it to the applicant an early opportunity appearing before him. ഗവൺമെന്റിന്റെ മുമ്പിലോ അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മുമ്പിലോ സെൻട്രൽ ഗവൺമെന്റിന്റെ മുമ്പിലോ ഹാജരാകുന്നതിന് വേണ്ടി അവസരം കൊടുക്കാവുന്നതാണ്. either in person അയാൾക്ക് വ്യക്തിപരമായി ഹാജരാകാം or by pleader showing the cause against the order അല്ലെങ്കിൽ അയാൾക്ക് അഡ്വക്കറ്റിനെ വെച്ച് ഹാജരാകാവുന്നതാണ്. and if the magistrate or the state government ഒന്നുകിൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്
As the case may be. As the case may be. ഇവ രണ്ടിൽ ഏതാണോ അത്. Reject the application wholly. Reject the application wholly. ആപ്ലിക്കേഷൻ മൊത്തമായി റിജക്ട് ചെയ്യാം. Or part. അല്ലെങ്കിൽ ഭാഗികമായി റിജക്ട് ചെയ്യാം. He or it shall record in writing the reason for so doing. മനസ്സിലായോ? Okay. മനസ്സിലായോ? Okay. ഓക്കെ. അടുത്ത ഏതാണ്? അടുത്ത പ്രോബ്ലംസ് വരുമല്ലോ. പ്രോബ്ലംസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ പ്രോബ്ലം നാളെ നോക്കാം. അല്ല സാർ, നാളെ ഇന്ന് ക്ലിയർ ചെയ്തെങ്കിലേ. നാളെ എന്തോ പരിപാടി? അല്ല, നാളെ ഞാൻ റൂമിലായിരിക്കണെങ്കിൽ അവിടെ ഇതായി കോവിഡൊക്കെ. അപ്പൊ ഇനി ഞാൻ വേറെ റൂം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിൻ്റെ ഇടയിൽ എനിക്ക് വിചാരിച്ച ടൈം കിട്ടുമെന്ന് തോന്നുന്നില്ല. അതാണ് നമ്മുടെ റൂമിലൊരു പയ്യന് പോസിറ്റീവ്. അല്ല സാർ, നാളെ ഞാൻ പോവുക ട്രെയിനിൽ ഇവിടെ നാട്ടിൽ നിന്ന് പോവുകയാണ്. എവിടെ? അല്ല, ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളത്തേക്ക് രാവിലെ 6 മണിക്ക് ട്രെയിനിൽ കയറി പോവുക. ഇപ്പൊ നടക്കില്ല. നിങ്ങൾ ജനശതാബ്ദി വന്നിരിക്കല്ലേ? അതെ. ഇപ്പം 6:35ആയി. 7 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വിട്ടു സാർ. 7 എത്ര മണി? അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. 7 എത്ര മണി? 7 മണി പോലെ സാധാരണ. ഓക്കെ. അല്ല, ഇത് പെട്ടെന്ന് തീരത്തില്ല ഇത്? ഏതാ സാർ നോക്കിയില്ല? സാർ നോക്കിയിട്ടില്ല? പ്രോബ്ലം കുറച്ചധികം നോക്കാൻ കാരണം നമ്മള് പ്രോബ്ലം ഇത് പറയുന്ന പോലെ അല്ല